തങ്ങളുടെ ശത്രുരാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് ഓരോ തവണയും റഷ്യയും ഉത്തര കൊറിയയും തങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം സാമ്പത്തികപരമായും സൈനികപരമായും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് വളർന്നുവരുന്ന ഈ പങ്കാളിത്തത്തിൻ്റെ സൂചനയാണ്. അതിന് ലഭിച്ച ഏറ്റവും മികച്ച അവസരമായിരുന്നു ഉക്രൈനിലെ റഷ്യയുടെ അധിനിവേശ സമയം. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ റഷ്യയുമായുള്ള സൈനിക സഹകരണം ഉത്തര കൊറിയ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഉക്രൈനെതിരായ റഷ്യയുടെ തുടർച്ചയായ യുദ്ധം നടക്കുമ്പോൾ ചെറുതായി റഷ്യ തളരുന്നു എന്ന തോന്നലുണ്ടായ അവസരത്തിലെല്ലാം ഉത്തര കൊറിയ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സൈനികരെയാണ് അവർ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞയച്ചത്. കൂടാതെ യുദ്ധോപകരണങ്ങൾ, മിസൈലുകൾ എന്നിവയും ഉത്തര കൊറിയ വിതരണം ചെയ്തിട്ടുണ്ട്. 11 UN അംഗരാജ്യങ്ങളുടെ കൂട്ടായ്മയായ മൾട്ടി ലാറ്ററൽ സാങ്ഷൻസ് മോണിറ്ററിംഗ് ടീം പുറത്തിറക്കിയ വിശദമായ ഒരു റിപ്പോർട്ടിൽ ഉത്തര കൊറിയ നൽകിയ ഈ സഹായങ്ങളുടെ കണക്കുകളെല്ലാം കൃത്യമായി പറയുന്നുമുണ്ട്. ഓപ്പൺ സോഴ്സ് സെൻറ്റർ, കോൺഫ്ലിക്ട്സ് ആർമെന്റ് റിസർച്ച് തുടങ്ങിയ സംഘടനകളെ ആസ്പദമാക്കിയുള്ള ഈ റിപ്പോർട്ടിൽ റഷ്യ ഉത്തര കൊറിയ സഹകരണത്തിൻ്റെ വ്യാപ്തി വ്യക്തമായി കാണാവുന്നതാണ്. 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഉത്തര കൊറിയ റഷ്യയ്ക്ക് കുറഞ്ഞത് 100 ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും കൈമാറിയതായി ആ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ആയുധങ്ങൾ പിന്നീട് സപ്പോരിജിയ, കീവ് തുടങ്ങിയ നഗരങ്ങൾ ഉൾപ്പെടെ ഉക്രൈനിലെ പ്രധാന കേന്ദ്രങ്ങളെയും നിർണായക സിവിലിയൻ സൗകര്യങ്ങളെയും ആക്രമിക്കാനാണ് റഷ്യ ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉത്തര കൊറിയയുടെ ആയുധശാലകളിൽ നിന്നയച്ച 82 mm, 122 mm, 130 mm, 170 mm എന്നീ യുദ്ധോപകരണങ്ങളുടെ ഒരു ശേഖരം തന്നെ റഷ്യയിലെത്തിയിരുന്നു. റഷ്യയുടെ D-20, D-30 ഹോവിറ്റ്സറുകൾ, M-30, M-46 തോക്കുകൾ, D-74 പീരങ്കി തുടങ്ങിയ വിവിധ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് ഈ ആയുധങ്ങൾ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2023 സെപ്റ്റംബർ മുതൽ ഇത്തരം വെടിക്കോപ്പുകളും അനുബന്ധ സാമഗ്രികളും അടങ്ങിയ 20,000-ലധികം കണ്ടെയ്നറുകൾ ഇരുകൂട്ടരും കൈമാറ്റം ചെയ്തതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2024 മാത്രം 9 ദശലക്ഷം റൗണ്ട് പീരങ്കികളും ഒട്ടേറെ റോക്കറ്റ് ലോഞ്ചർ വെടിയുണ്ടകളും റഷ്യൻ പതാകയുള്ള ചരക്ക് കപ്പലുകൾ എത്തിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2021 ഓഗസ്റ്റ് മുതൽ 25 മാർച്ച് വരെയുള്ള കാലയളവിൽ 122 mm, 152 mm യുദ്ധോപകരണങ്ങളുടെ 5 മില്യൺ റൗണ്ടുകൾ അയച്ചതായും ഓപ്പൺ സോഴ്സ് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഭാരമേറിയ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഉത്തര കൊറിയ 3 ബ്രിഗേഡ് സെറ്റ് പീരങ്കി സംവിധാനങ്ങളാണ് റഷ്യയിലേക്ക് കയറ്റി അയച്ചത്. അതിൽ 170 mm ലോങ് റേഞ്ച് സെൽഫ് പ്രൊപ്പൽഡ് തോക്കുകൾ, 240 mm മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ, റീലോഡ് വാഹനങ്ങൾ, 200-ലധികം മറ്റു സൈനിക വാഹനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. അയച്ച ആയുധങ്ങളുടെ കൂട്ടത്തിൽ ബുൾസേ 4 ടാങ്ക് വേദ മിസൈലുകളും RPG ടാങ്ക് വേദ റോക്കറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെ ആയുധങ്ങൾ മാത്രമല്ല, ആയിരക്കണക്കിന് ഉത്തര കൊറിയൻ സൈനികരും ഈ സംഘർഷവേളയിൽ റഷ്യയ്ക്ക് വേണ്ടി അണിനിരന്നിട്ടുണ്ട്. അത് ഉത്തര കൊറിയ തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. 2024 അവസാനത്തോടെ 11,000-ലധികം ഉത്തര കൊറിയൻ സൈനികരെയാണ് കിഴക്കൻ റഷ്യയിലേക്ക് അവർ വിന്യസിച്ചത്. മാത്രമല്ല, എല്ലാ പ്രധാന സൈനിക തന്ത്രങ്ങളിലും റഷ്യൻ സേനയാണ് ഈ ഉത്തര കൊറിയൻ യൂണിറ്റുകൾക്ക് പരിശീലനം നൽകിയത്. 2025 ജനുവരി മുതൽ മാർച്ച് വരെ ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് 3000 സൈനികരെ കൂടി അയച്ചതായി പറയുന്നു. 2025 ഏപ്രിലിൽ റഷ്യയും ഉത്തര കൊറിയയും ആദ്യമായി ഈ സൈനികരുടെ സാന്നിധ്യം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കുർസ്ക് മേഖലയിലേക്കുള്ള ഉക്രൈനിയൻ മുന്നേറ്റത്തെ തുടർന്ന് റഷ്യൻ പ്രദേശം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉത്തര കൊറിയൻ സൈനികർ പങ്കെടുത്ത കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ പറയുകയും ചെയ്തു. തുടക്കത്തിൽ പ്രധാനമായും റെയിൽ മാർഗം വഴിയായിരുന്നു ഈ ആയുധ കൈമാറ്റം നടന്നത്. എന്നാൽ റഷ്യ പ്രധാന ഗതാഗത മാർഗമായി ഷിപ്പിങ്ങിലേക്ക് മാറി. എന്നാൽ മിസൈലുകൾ, മിസൈൽ വിക്ഷേപണ വാഹനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വസ്തുക്കൾ റഷ്യൻ സൈനിക കാർഗോ വിമാനങ്ങൾ വഴിയാണ് എത്തിച്ചിരുന്നത്. തിരികെ ഹ്രസ്വദൂര ആയുധങ്ങൾ, നൂതന ജാമിംഗ് ഉപകരണങ്ങൾ, യുദ്ധവാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യ ഉത്തര കൊറിയയ്ക്ക് നൽകിയതായും റിപ്പോർട്ടുണ്ട്. വിവിധതരം വ്യോമ ഭീഷണികളിൽ നിന്ന് സംരക്ഷണം നൽകിക്കൊണ്ട് റഷ്യയുടെ പാൻസിർ സംവിധാനം ഉത്തര കൊറിയയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഭാഗമായി നിൽക്കുന്നുമുണ്ട്. റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ഈ സഹകരണം പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഭീതി ഉണർത്തുകയാണ്. സ്ഥിരമായ സൈനിക പിന്തുണയ്ക്ക് പകരമായി റഷ്യ ഉടൻ തന്നെ ഉത്തര കൊറിയയ്ക്ക് ബഹിരാകാശ ഉപഗ്രഹ സാങ്കേതികവിദ്യ നൽകിയേക്കും എന്നൊരു ആശങ്കയും ഇപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്.